ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതിയിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾ വന്ന ദിവസമാണ്. കോടതി സർക്കാരിൻ്റെ ഇനാക്ഷനെ അതിരൂക്ഷമായി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഉണ്ടായ കോടതി വിധി വരാത്തവണ്ണം നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കണം. നിജേഷ് ചേരുന്നു. നിജേഷ്, ആ കോടതി വിധിന്യായം വായിച്ചോ? എന്തോ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ കേസെടുക്കാതിരിക്കാൻ എന്ത് കാരണം പറഞ്ഞോ, സർക്കാർ ആ റിപ്പോർട്ട് 5 വർഷത്തോളം പൂഴ്ത്തിവെക്കാൻ എന്തൊക്കെ കാരണം പറഞ്ഞോ, അതൊക്കെ സ്കാം ആയിരുന്നു, അതൊക്കെ ഫേക്ക് ആയിരുന്നു, അതൊക്കെ കള്ളത്തരമായിരുന്നു എന്ന് കോടതി ആ ഉത്തരവിൽ കൂടി വളരെ ഭംഗിയായി വ്യക്തമാക്കുകയാണ്. നിജേഷ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ദിവസം മുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗവൺമെൻറ് ഇങ്ങനെയൊരു കമ്മീഷൻ എന്തോ ആവട്ടെ ഇത് ഉണ്ടാക്കിയത്? ഇതിനൊരു ലക്ഷ്യമുണ്ടാവണ്ടേ? ആ ലക്ഷ്യം എന്താണ്? ഒരു മേഖലയിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പീഡനം ഏൽക്കുന്നു, അല്ലെങ്കിൽ ഹിതകരമല്ലാത്ത പലതും സംഭവിക്കുന്നു. അവരവിടെ വന്ന് പരാതി പറയുന്നു, മൊഴി നൽകുന്നു. ഇവരെന്താ ഞങ്ങളുടെ കുറേ ഈ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണോ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നത്? എന്തെങ്കിലും ഞങ്ങൾ കുറേ പറഞ്ഞൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ആക്ഷൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു കമ്മിറ്റിയുടെ മുന്നിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്ക് മുന്നിൽ അതീവ രഹസ്യമായി ഒരു മൊഴി ഒരാൾ കൊടുത്താൽ അതിന് ആക്ഷനാണ് ആഗ്രഹിക്കുന്നത്. ആ ആക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചോർന്നു പോവാതെ ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലേക്ക് വെക്കുന്നത്. സർക്കാർ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകളൊക്കെ ഇത് കണ്ട് 4 വർഷം ഇത് വായിച്ച് രസിച്ചതാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇത് ഏൽപ്പിച്ചത്? അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹവും അസ്കറിനെ പോലെയുള്ള ആളുകൾ പറയുന്നു ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടില്ല, ഇതുപോലെ ഒരു കമ്മീഷൻ നടന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്മീഷൻ നടന്നുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ആക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. ആക്ഷൻ ഇല്ല. ഇന്ന് അതിനുശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം വാങ്ങിയപ്പോൾ കണ്ടന്റ് ഇല്ല, പേജില്ല. ആ പേജൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ബംഗാളിൽ നിന്നൊരു നടി പറയുന്നു എനിക്ക് കേരളത്തിൽ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ നടികൾ പറയുന്നു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ 4 or 5 കേസെടുത്ത് FIR ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു. എന്നിട്ടും ഹേമ കമ്മിറ്റിക്ക് മുമ്പ് കേരളത്തിലെ നടിമാർ രഹസ്യമായി പറഞ്ഞ കാര്യത്തെ പറ്റി ഒരു കേസും ഉണ്ടായിട്ടില്ല. ആ കേസ് ഇല്ലാതിരിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്, അസ്കറിന്റെ വാദം നമ്മൾ ശരിവെച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയല്ലേ? അതായത് 2 കാര്യങ്ങളാണല്ലോ. ഒന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഈ 3.5 വർഷക്കാലം മന്ത്രിയായിരുന്നപ്പോൾ ഒരു നടികളുടെയും പരാതി എനിക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ആ സമയത്ത്. അതിനുശേഷം ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയ ശേഷവും ഇന്ന് നമ്മുടെ മുൻ സിനിമാ മന്ത്രി, മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ അദ്ദേഹം തന്നൊരു പ്രതികരണമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വഴി തുറന്നു, ഇനി ഞങ്ങൾക്ക് ധൈര്യമായി ഈ നടപടികളൊക്കെ മുന്നോട്ട് പോകും, കാരണം കോടതി ഒരു ഗോ അഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനൊരു ന്യായമുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഈ പരാതി നൽകിയിട്ടുള്ള ഇരകളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിന് ഇനി സ്വമേധയ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു. അവിടെ കോടതി ഇതാ ഒരു വഴി കാണിച്ചു തന്നിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. ഇതായിരുന്നു AK ബാലൻ പറഞ്ഞത്. മുൻപ് സജി ചെറിയാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല, പരാതി ഉണ്ടെങ്കിലല്ലേ നടപടി എടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഫലത്തിൽ കോടതിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് SITയോട് നിങ്ങൾ അന്വേഷിക്കൂ, ആളുകൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസുമായി മുന്നോട്ട് പോകൂ എന്നാണ്. ഫലത്തിൽ സർക്കാർ പറഞ്ഞത് തന്നെയല്ലേ കോടതിയും പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. യഥാർത്ഥത്തിൽ ഇതിൽ ആക്ഷൻ എടുക്കാതെ അടവെച്ചത് കേരളത്തിന്റെ ഭരണ സംവിധാനമാണ് എന്നു മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് യഥാർത്ഥ പേജുകളെ വെട്ടിമാറ്റിയിട്ട് മാത്രം പുറത്തേക്ക് വിട്ടത് കേരളത്തിന്റെ മന്ത്രിമാരാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ നമ്മളൊക്കെ ചർച്ച ചെയ്തു. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള പ്രഷർ കേരളത്തിന്റെ മന്ത്രിസഭയുടെ മുകളിലുണ്ടായിരുന്നു എന്നുള്ളതും പരസ്യമാണ്. അപ്പൊ യഥാർത്ഥ നീതിയിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. പിന്നെ AK ബാലൻ കിടന്ന് ഉരുളുന്നതും അസ്കർ കിടന്ന് ഉരുളുന്നതും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ട ഘട്ടത്തിൽ 4.5 വർഷക്കാലം മുമ്പ് ഇതിൽ ആക്ഷൻ എടുക്കേണ്ട മന്ത്രിസഭ ഇത് മാറ്റിവെച്ചതാണ് ഏറ്റവും വലിയ ക്രൈം. വൈകി കിട്ടുന്ന നീതി അനീതിക്ക് തുല്യമാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റ് ആണ് ഇതിൽ കുറ്റക്കാർ. അവസാനം ഹൈക്കോടതി ചാട്ടവാർ എടുക്കേണ്ടി വന്നു എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ. അപ്പൊ അതും ഞങ്ങളുടെ പങ്കാണ്, ഞങ്ങളാണത് ചെയ്തത് എന്ന് പറയുന്ന മന്ത്രിമാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം കോടതി വിധി വന്ന അടിസ്ഥാനത്തിലെങ്കിലും നീതി കിട്ടട്ടെ, ഒരു മേഖല ശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മൾക്ക് ആഗ്രഹിക്കാം. നമുക്ക് അങ്ങനെ കരുതാം. അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കാം.